കളിക്കളത്തിലെ ആരവങ്ങളിൽ നിന്നും ധവള വിപ്ലവത്തിന്റെ 100 മേനി വിജയത്തിലേക്ക് ജീവിതം നയിച്ച ക്ഷീര കർഷകനാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സ്വദേശി ഷാനവാസ്. കുടുംബം മുഴുവൻ വോളിബോൾ കളിക്കാരായതിനാൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ജൂനിയർ വോളിബോൾ ടീമിൽ ഇടം കണ്ടെത്താൻ ഷാനവാസിനേറെ പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഇത് അദ്ദേഹത്തിന് സർക്കാർ സേവനത്തിലേക്കുള്ള പാത തുറന്നുകൊടുത്തു. 1976-ൽ KSEBയിൽ പ്രവേശിച്ച ഷാനവാസ് 34 വർഷം നീണ്ട സേവനത്തിനു ശേഷം 2010-ൽ വിരമിക്കുമ്പോൾ വിശ്രമജീവിതത്തിലേക്കല്ല, മറിച്ച് പുതിയൊരു മേഖലയിലേക്കാണ് വഴി കണ്ടെത്തിയത്. ആ കായിക പാരമ്പര്യവും അധ്വാനശീലവും ഷാനവാസ് ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം സഹപ്രവർത്തകരെല്ലാം വിശ്രമജീവിതം നയിച്ചപ്പോൾ ഷാനവാസ് മാത്രം വേറിട്ട് നിന്നു. ചെറുപ്പത്തിലെ താൽപര്യമായിരുന്ന പശുപരിപാലനത്തിനും കൃഷിക്കുമായി ജീവിതം ഗതിമാറ്റിയെടുത്തു. നെടുമങ്ങാട് ബ്ലോക്കിൽ ആനാട് ഗ്രാമപഞ്ചായത്തിലെ നടുവത്തേലയിലാണ് ഷാനവാസിന്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. പശുക്കളോടൊപ്പം ആടും കോഴിയും അരയന്നവും ആരംഭകാലത്ത് ഷാനവാസിന്റെ ഫാമിൽ ഉണ്ടായിരുന്നു. ഏറെ അധ്വാനവും നിഷ്കർഷയും വേണ്ട മേഖലയാണ് പശുപരിപാലനം. ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ദീർഘവീക്ഷണത്തോടെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റ ഒരുക്കി വയ്ക്കുന്നതിനായിരുന്നു ഷാനവാസ് ആദ്യം ശ്രദ്ധിച്ചത്. ഇതിനായി 2 ഏക്കർ സ്ഥലത്ത് CO3 ഇനത്തിൽപ്പെട്ട തീറ്റ പുൽകൃഷി തുടങ്ങി. ഇതിൽ നിന്ന് തന്നെ ഷാനവാസിന്റെ പശു വളർത്തലിലുള്ള കരുതലും ശ്രദ്ധയും വ്യക്തമാകും. ഈ ഒരു ദീർഘവീക്ഷണമാണ് ഷാനവാസ് എന്ന ക്ഷീര കർഷകനെ വിജയപഥത്തിലെത്തിച്ചത്. നാലു വർഷം മുൻപ് 5 പശുക്കളുമായി തുടങ്ങിയ ഫാമിൽ ഇപ്പോൾ 40 പശുക്കളും 16 കിടാരികളുമുണ്ട്. സമീപകാലത്തായി 3-4 മുയൽ കുഞ്ഞുങ്ങളും ഫാമിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് തുടങ്ങാൻ തന്നെ കാരണം റിട്ടയർഡ് ആയപ്പോൾ ഫ്രീ ആയിട്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഇത് തുടങ്ങിയത്. 5 പശുവിലാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. 5 പശുവിൽ 5 പശു ആടുണ്ടായിരുന്നു, കോഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടും കോഴിയും പശുവും കൂടെ മിക്സ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആട് കോഴി ഒഴിവാക്കിക്കൊണ്ട് പശു കൂട്ടി. 5 പശുവിൽ നിന്ന് തുടങ്ങി ഇപ്പം നമുക്ക് 40 പശുവും 16 കന്നുകുട്ടികളുമുണ്ട്. ആ ഒരു ഇതിൽ പോകുന്നുണ്ട്. ഇനി അത് 100 കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ കന്നുകുട്ടികൾ നമ്മൾ കാളക്കുട്ടികളൊക്കെ ഇത്തിരി ഇവിടെ വലുതാവുമ്പോൾ കൊടുക്കും. പശുക്കുട്ടികളെ അത് വളർത്തിയെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് നല്ല ഇനമുള്ള പശുക്കുട്ടികളൊക്കെ നമ്മളിവിടെ നിർത്തും. ബാക്കിയുള്ളതിനൊക്കെ വെളിയിൽ കൊടുക്കും. അതിൽ നിന്നാകുമ്പോൾ നമുക്ക് നല്ല ഇനം പശുക്കുട്ടിയെ കിട്ടിയാൽ കൂടുതൽ പാലും കിട്ടും. പ്രഭാതത്തിൽ ഈ ഗോശാല ഉണരും. തൊഴുത്തു വൃത്തിയാക്കലും പശുക്കളെ കുളിപ്പിക്കലുമാണ് ആദ്യ പരിപാടി. നാലു മണി മുതൽ കറവ തുടങ്ങും.
6 മണിയാകുമ്പോഴേക്കും ആളുകൾ ശുദ്ധമായ പശുവിൻ പാൽ വാങ്ങാനെത്തും. പ്രാദേശിക വിൽപ്പനയ്ക്കു ശേഷം ബാക്കി പാൽ ആനാട് സൊസൈറ്റിയിൽ വിൽപ്പന നടത്തും. ദിവസേന 300 ലിറ്ററോളം പാലാണ് രാവിലെയും വൈകുന്നേരവുമായി ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല മേന്മയേറിയ പാല്, മറ്റ് മായങ്ങളൊന്നും ചേർക്കാതെ എന്ന് പറഞ്ഞാൽ മറ്റ് പശു മാത്രമായിട്ട് എരുമയോ അങ്ങനെയുള്ള ഒന്നുമില്ല, ആടോ ഒന്നും ഇല്ലാതെ പശുവിൻ്റെ പാല് മാത്രം വിൽക്കുന്നത്. വളരെ വില കുറച്ചും നല്ല രീതിയിലുള്ള പാലുമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. വളരെ ഏറെ ആൾക്കാർ രാവിലെ ഇവിടെ വൈകുന്നേരവും പാല് വാങ്ങിക്കാൻ വരുന്നുണ്ട്. പശുപരിപാലനത്തിലും ആഹാരക്രമത്തിലും ശുചിത്വത്തിലും ഏറെ ശ്രദ്ധയും കരുതലും പ്രാധാന്യവും നൽകുന്ന ഷാനവാസ് വളരെ ശാസ്ത്രീയമായി തന്നെയാണ് തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ പശുവിനും നിൽക്കാനും കിടക്കാനുമൊക്കെ വേണ്ട സ്ഥലസൗകര്യത്തോടെയാണ് തൊഴുത്തിന്റെ നിർമ്മിതി. ഫാമിൽ പശുക്കൾക്ക് സദാസമയവും സംഗീതം ശ്രവിക്കുന്നതിനുള്ള സംവിധാനം, ഫാൻ, കൗമാറ്റ്, കറവയന്ത്രം എന്നിങ്ങനെ സാധ്യമായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും പാലുൽപാദന വർധനവിന് അനുകൂല ഘടകങ്ങളാണ്. ഒരു പശുവിന് 60 ലിറ്റർ വെള്ളവും ധാരാളം തീറ്റപ്പുല്ലും നൽകിയാൽ പാൽ സമൃദ്ധമായി ലഭിക്കും. കറവയുടെ കാര്യത്തിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഈ ഫാമിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും പരമ്പരാഗത രീതികൾ പിന്തുടരാനാണ് ഷാനവാസിന് താൽപര്യം. രണ്ട് സ്ഥിരം കറവക്കാർ ഈ ഫാമിലുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ പ്രസവമാണ് ഈ പശു. ഇളം കറവ തുടങ്ങി കഴിയുമ്പോൾ 25 ലിറ്റർ പാലിന് പുറത്ത് കിട്ടും. ഇപ്പോൾ ഒരു 15 ലിറ്റർ പാലോളം ഇപ്പോൾ 2 നേരമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പശുവും ചൊനയാണ്. ഇതിപ്പോൾ കറവ തുടങ്ങിയിട്ട് മൊത്തം 7 മാസമായി. പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഹീറ്റ് വിട്ട് രണ്ടാമത്തെ ഹീറ്റിന് കുത്തിവെക്കും. അതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തിലൊരിക്കൽ പശു പ്രസവിക്കും. ഒരു പശു പോലും ആദായം ഇല്ലാതെ നിർത്തേണ്ട സാഹചര്യം ഇല്ല. 5 പശു പ്രസവിക്കുമ്പോഴത്തേക്ക് 5 പശു കറവ തീരാനുള്ള കാലഘട്ടമാകും. 2 മാസം പശുവിനൊക്കെ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പശു വീണ്ടും പ്രസവിക്കുന്നുണ്ട്. പിന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഡോക്ടറെ ചികിത്സിക്കാൻ ആ രീതിയിലൊന്നും എത്തിക്കുന്നില്ല. നമ്മൾ വളരെ ശ്രദ്ധയായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ ചിലവൊക്കെ കുറവുണ്ട്. നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് ഒരേ ടൈമിന് തന്നെ ആഹാരം കൊടുക്കുന്നുണ്ട്. ആഹാരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ട്. ഒരു ദിവസം കൂടുതൽ ഒരു ദിവസം കുറവ് അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് പശുക്കൾക്ക് ദഹനക്കേട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. അകിട് വീക്കം ഒരു പരിധി വരെ ഇവിടെ വരുന്നില്ല. ഒരു പശു പോലും അകിട് വീക്കം വന്ന് നമുക്ക് കട്ടയ്ക്ക് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല. എല്ലാ പശുവും എന്ത് അസുഖം വന്നിരുന്നാലും കറക്റ്റായി ചികിത്സിച്ച് കുറയും. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിൽ ആനാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കാർഷിക രംഗം നിലനിൽക്കുന്നത് തന്നെ ഈ മാതൃകാ ക്ഷീര കർഷകനെ ആശ്രയിച്ചാണെന്ന് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ ആനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരുപക്ഷെ ആനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആനാട് ക്ഷീര ഉൽപ്പാദക സംഘം നിലനിൽക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഷാനവാസ് കാക്കയുടെ ഈ ഫാം കേന്ദ്രീകരിച്ചാണ്. താലൂക്കിലെ മികച്ച മാതൃകാ ക്ഷീരകർഷകൻ എന്നുള്ള 3-4 പ്രാവശ്യം പഞ്ചായത്തിൻ്റെയും ക്ഷീരവികസന വകുപ്പിൻ്റെയും അവാർഡ് വാങ്ങിച്ച ശ്രീ ഷാനവാസ് കാക്ക, അദ്ദേഹം KICBയിൽ ഉദ്യോഗസ്ഥനായി മികച്ച വോളിബോൾ താരമായി ഉയർന്നാണ് അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. അതിനുശേഷം റിട്ടയർഡായി അദ്ദേഹം ആ നാട്ടിലേക്ക് വരികയും നെടുമങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ താമസമാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ആ നാട് തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ 4 വർഷത്തിന് മുമ്പ് ഈ ഫാം തുടങ്ങിയതാണ്
ഒരുപക്ഷെ ആനാട്ടും നെടുമങ്ങാടും താലൂക്കിലും ഒരു ശ്രദ്ധേയമായ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയത്. മാത്രവുമല്ല, ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ നമുക്ക് വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർമാരുണ്ട്, വിദഗ്ധ സേവനം നൽകുന്ന മിൽമയുടെയും അതുപോലെ ക്ഷീരവ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ അവരും ഇപ്പോൾ ആനാട് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ശ്രീ ഷാനവാസ് കാക്കയുടെ അഭിപ്രായം, അദ്ദേഹം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ആ അഭിപ്രായങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട്, ഇവിടുത്തെ ഈ നാട്ടിൻപുറത്തെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തുന്ന സേവനം ഒരുപക്ഷെ ആനാട് ഗ്രാമപഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പശു പരിചരണത്തിന്റെ കാര്യത്തിൽ ഷാനവാസിന് സഹായികളായി നാഗർകോവിൽ സ്വദേശി മുരുകനും ഹൈദരാബാദ് സ്വദേശി സാദത്തും സദാസമയവും ഫാമിലുണ്ട്. ഫാമിൽ ചാണകവും മൂത്രവും കെട്ടി നിൽക്കാതെ അപ്പോൾ വൃത്തിയാക്കും. ഇപ്പൊ 40 പശു കൊണ്ട് 20 എണ്ണം കറക്കും, 20 എണ്ണം ഗർഭിണിയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് റെഗുലർ പാല് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഈ ഗർഭിണികളായി നിൽക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത് ഒരുവിധം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. തുടക്കത്തിൽ എനിക്ക് ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം പഠിച്ചു വരുന്നത് വരെ നല്ല എമൗണ്ട് ലോസ് ആയിരുന്നു. ഒരുപാട് പശുക്കൾ വാങ്ങിയതും നഷ്ടം. 25 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് തരുന്നതൊക്കെ 10 ലിറ്റർ 5 ലിറ്ററൊക്കെ കാണും. അപ്പോൾ അത് നമുക്ക് മുതലാവില്ല. അതിനെയൊക്കെ 75,000 1 ലക്ഷം രൂപയുടെ പശുവൊക്കെ നമ്മൾ നിസ്സാര വിലയ്ക്ക് കളയേണ്ടി വരും. പിന്നെ നമ്മൾ ഓരോന്ന് പശുക്കളെയും പോയി നോക്കി കറവ കണ്ട് അങ്ങനെ വാങ്ങിയതാണ് ഇപ്പൊ ഈ നിൽക്കുന്ന പശുക്കളത്രയും. ശുചിത്വത്തിന്റെ കാര്യത്തിൽ പോലും ഏറെ ദീർഘവീക്ഷണമുള്ള നടപടികൾ കൈക്കൊള്ളുക വഴി മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഈ ഫാമിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാറില്ല. ഫാമിന്റെ ദൈനംദിന പ്രവർത്തനത്തിനാവശ്യമായ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിലേക്കായി സമീപത്ത് തന്നെ 2 കിണറും 1 കുളവും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ജലമാണ് തൊഴുത്ത് വൃത്തിയാക്കുവാനും പശുക്കളെ കുളിപ്പിക്കുവാനും കുടിപ്പിക്കുവാനും എല്ലാം ഉപയോഗിക്കുന്നത്. തൊഴുത്ത് കഴുകുന്ന വെള്ളവും ചാണകവുമെല്ലാം പൈപ്പിലൂടെ ബയോഗ്യാസ് പ്ലാന്റിൽ എത്തുന്നു. ലിറ്റർ മുതൽ 30 ലിറ്റർ വരെ പാൽ ചുരത്തുന്ന HF, ജേഴ്സി എന്നീ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഈ ഫാമിലേറെയും. രാവിലെ വൈകുന്നേരം 2 നേരമാണ് ഇവിടെ തീറ്റ കൊടുക്കുന്നത്. 3 കിലോ ജേഴ്സിയും 1 കിലോ പരുത്തി 1 കിലോ പുണ്ണാക്ക്, അങ്ങനെ 5 കിലോ ഒരു നേരം, അങ്ങനെ 2 നേരം കൊടുക്കും. പിന്നെ കാൽസ്യം 100 ഗ്രാം വീതം. കറക്കുന്ന മാടുകൾക്കാണ് കാൽസ്യം കൊടുക്കുന്നത്. പിന്നെ പ്രസവം ഗർഭിണികൾക്ക് അതിൻ്റെ കുറച്ചാണ് കൊടുക്കുന്നത്. ഇതിനെ കുതിർത്ത് കൊടുക്കും. അതിനുശേഷം വെള്ളം, പച്ചവെള്ളം കൊടുക്കും. അതിനുശേഷം അതിന് പുല്ലാണെങ്കിൽ പുല്ല്, വൈക്കോലാണെങ്കിൽ വൈക്കോല്. 1 നേരം പുല്ല് 1 നേരം വൈക്കോല്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആഹാരക്രമം. കിടാരികൾക്ക് KS ഉണക്കി വെച്ച് കൊടുക്കും. അതിനുശേഷം പച്ചവെള്ളം കൊടുക്കും. പിന്നെ മീൻ നെയ്യ് കൊടുക്കും 1 നേരം ഈ കുട്ടികൾക്ക്. അത് 10 ദിവസത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ ഇങ്ങനെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഇര ഇളക്കുന്ന ടൈമിൽ അതിൻ്റെ ഇരക്കുള്ള ഗുളി കൊടുക്കും. പശുക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ഷാനവാസ് ഏറെ നിഷ്ഠ പുലർത്തുന്നു. സമീപ പ്രദേശങ്ങളിൽ കുളമ്പ് രോഗം ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ പോലും ഇവിടെ അത്തരമൊരു അവസ്ഥാവിശേഷം ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. കന്നുകുട്ടി പരിപാലനം എന്ന് പറയുന്നത് നമ്മുടെ 3 മാസം ആയ നമ്മളെ കന്നുകുട്ടിയെ പരിപാലിച്ച് അത് ഒരു അമ്മയാവുന്നതിന് മുമ്പ്
അതിന് ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും അതിനെ ഇൻഷുർ ചെയ്യുക, അതിന് കൊടുക്കുന്ന പോഷകാഹാരങ്ങൾ ഇതായി കൊടുക്കുക, അത് കൊടുത്ത് അതിനൊരു ഒരു ഒരു പിന്നെ അമ്മയായി മാറുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതുകൊണ്ട് തീർച്ചയായും ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇതിന് പിന്നെ കന്നുകാലികൾ കൊടുക്കുന്നുള്ള ആഹാരം പുൽകൃഷി ചെയ്യുന്നതിനും അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും, അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലിറ്ററിന് 3 രൂപ സബ്സിഡി സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാലിന്, ക്ഷീരോത്പാദക സംഘത്തിൽ കൊടുക്കുന്ന പാലിന് 3 രൂപ സബ്സിഡി പഞ്ചായത്തിൻ്റെ ഭാഗമായി കൊടുക്കുകയാണ്. ഫാമിൽ പുൽകൃഷിയോടൊപ്പം വാഴത്തോട്ടവുമുണ്ട്. തീറ്റപ്പുൽ ഇവിടെ നിന്നും തന്നെ ലഭിക്കും. വൈക്കോൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ചാണക വിൽപ്പനയും ഇവിടെ സജീവമായി നടക്കുന്നു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ചാണക വിൽപ്പന നടക്കുന്നത്. ലോഡ് ഒന്നിന് 2000-ലധികം ലഭിക്കും. ആഴ്ചയിൽ 2 ലോഡ് ചാണകം വിൽക്കും. ഫാമിൽ തന്നെ തൊഴിലാളികൾക്ക് താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കപ്പ, വാഴ എന്നിങ്ങനെയുള്ള വിളകളും ഈ ഫാമിനോടനുബന്ധിച്ച് കൃഷി ചെയ്തു വരുന്നു. ക്ഷീരവികസന വകുപ്പ്, മിൽമ എന്നിവയുടെ ഒരു മോഡൽ ഫാം ആയിട്ടാണ് ഈ ഫാമിനെ പരിഗണിച്ചിരിക്കുന്നത്. നിലവിലുള്ള 40 പശുക്കളിൽ നിന്ന് 100-ലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഷാനവാസ് ചുറുചുറുക്കോടെ തന്റെ ജീവിത സപര്യ ഇപ്പോഴും തുടർന്നു പോരുന്നു. ഫാമിലെത്തിയാൽ തൊഴിലാളികൾക്കൊപ്പം ഗോശാലയിൽ പണിയെടുക്കുവാനും ഷാനവാസ് മുന്നിലുണ്ട്. ഈ സംരംഭത്തിന് ഭാര്യ നൂർജഹാന്റെയും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ മകന്റെയും പുത്രവധുവിന്റെയും ഒക്കെ സകലവിധ പിന്തുണയുമുണ്ട്. ക്ഷീരവികസനത്തിലുള്ള താൽപര്യം മുൻനിർത്തി മികച്ച ക്ഷീര കർഷകനായി പഞ്ചായത്ത് ഷാനവാസിനെ ആദരിച്ചിട്ടുണ്ട്. മിൽമയുടെയും ക്ഷീരവികസന വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ പശുക്കളോടുള്ള സ്നേഹമാണ് കനിവിന്റെ പാലാഴിയായി ഈ കാമധേനുക്കൾ പകരം നൽകുന്നത്. ഷാനവാസിന്റെ അർപ്പണബോധവും പ്രതിബദ്ധതയും എന്നും യുവ ക്ഷീര കർഷകർക്ക് ഒരു പാഠമായിരിക്കട്ടെ.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂപ്പൊലി 2017 അമ്പലവയലിൽ കന്നുകാലികൾക്ക് ദുരിതാശ്വാസം. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27 മുതൽ ഫെബ്രുവരി 9 വരെ അന്താരാഷ്ട്ര പ്രദർശനമായ പൂപ്പൊലി 2017 വയനാട് അമ്പലവയലിലുള്ള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നതാണ്. അഗ്രി ടൂറിസം, പുഷ്പകൃഷി എന്നീ മേഖലകളിലെ വികസനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ പുഷ്പകൃഷിയിൽ സാങ്കേതികമായ നൂതന ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇതുമായി പ്രവർത്തിക്കുന്ന കർഷകർ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് കൃഷിശാസ്ത്രജ്ഞരുമായി അഭിമുഖം നടത്തുവാനും കയറ്റുമതി ചെയ്യുന്നതിന് പുഷ്പ സംരംഭകരെ ഒരുക്കുവാനും പൂപ്പൊലിയിലൂടെ സാധിക്കും. കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന മുട്ടക്കോഴി വിതരണത്തിന് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ റേഷൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ആധാർ എന്നിവയുടെ പകർപ്പ് സഹിതം ഗുണഭോക്തൃ വിഹിതമായ 200 രൂപയുമായി അതത് വാർഡ് മെമ്പറുടെ സഹായത്താൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം നൽകുന്നതാണെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അറിയിച്ചു. വെറ്ററിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം മുട്ടക്കോഴി റോഡോ വൈറ്റിനെ തിരുവാഴാംകുന്ന് വളർത്തുപക്ഷി ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 8281 086 കന്നുകാലി കർഷകർക്ക് ദുരിതാശ്വാസം നൽകാൻ തീരുമാനമായി. വേനൽ മഴ ലഭിക്കാത്തതിനെ തുടർന്നുള്ള ജലക്ഷാമം കണക്കിലെടുത്ത് കന്നുകാലി വളർത്തൽ മേഖലയിലെ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് കർഷകർക്ക് ദുരിതാശ്വാസം നൽകുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. പശു, പോത്ത്, എരുമ എന്നിവയെ പരിപാലിക്കുന്നവർക്ക് പ്രതിദിനം 70 രൂപ നിരക്കിലും കിടാരികൾക്ക് 35 രൂപ നിരക്കിലുമാണ് ക്ഷാമകാല ദുരിതാശ്വാസം. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മാലിന്യ സംസ്കരണം, ജൈവ കൃഷി, ജലസംരക്ഷണം, മണ്ണു സംരക്ഷണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമാക്കി ഹരിതവർഷം ഹരിതഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. കൂടാതെ സുവർണ ജൂബിലി കർഷകമേള ഫാം ഫെസ്റ്റ് 2017 നാളെ മുതൽ 30-ാം തീയതി വരെ പാറേൽപ്പള്ളി മൈതാനിയിൽ സംഘടിപ്പിക്കും. കാർഷിക പ്രദർശനം, ശില്പശാലകൾ, പൊതുസമ്മേളനങ്ങൾ, നാടൻ കാർഷിക കലാരൂപങ്ങൾ, ചിത്രരചനാ മത്സരം, മികച്ച കർഷകരെ ആദരിക്കൽ, റോഡ് ഷോ, കൂട്ടയോട്ടം തുടങ്ങിയ വിവിധ പരിപാടികൾ മേളയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം പത്തിയൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കർഷക പങ്കാളിത്ത ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി നടത്തുന്നു. ജനുവരി 27-ാം തീയതി രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ ക്ലാസുകൾ നയിക്കും. കിഴങ്ങുവർഗ വിളകളുടെ ജൈവ കൃഷി രീതികൾ, നടീൽ വസ്തുക്കളുടെ ഉൽപാദനം എന്നീ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9387 605570, മറ്റൊരു നമ്പർ 0479 2442 160. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 12,900 രൂപ, കോഴിക്കോട് 13,200 രൂപ, തൃശൂർ 13,300 രൂപ, കൊപ്ര കൊച്ചി 8,665 രൂപ, കോഴിക്കോട് 8,700 രൂപ, തൃശൂർ 8,930 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 64,900 രൂപ,
ഗാബിൾഡ് 67,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ. ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ. ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,200 രൂപ. RSS 4ാം ഗ്രേഡ് 14,900 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,300 രൂപ. RSS 4ാം ഗ്രേഡ് 15,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 12,900 രൂപ. കൊപ്ര 8,665 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ. റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64,900 രൂപ. ഗാബിൾഡ് 67,900 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ. ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440 രൂപ മുതൽ 470 രൂപ വരെ. ജാതി പത്രി മഞ്ഞ ചുവപ്പ് 550 രൂപ മുതൽ 600 രൂപ വരെ. ഗ്രാമ്പു 740 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,200 രൂപ. RSS 4ാം ഗ്രേഡ് 14,900 രൂപ. ഒട്ടുപാൽ 10,400 രൂപ. ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ വിലക്കയറ്റം കണ്ട് ഗ്രാമീണ മേഖലകളിൽ വിളവെടുപ്പും തേങ്ങാവെട്ടും ഊർജിതമായി. അതേസമയം പച്ചത്തേങ്ങയ്ക്ക് മെച്ചപ്പെട്ട വില ഇനിയും ഉറപ്പുവരുത്താനാവില്ലെന്നാണ് കർഷകരുടെ പക്ഷം. കേരളത്തിലും തമിഴ്നാട്ടിലും വെളിച്ചെണ്ണ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ ഏലയ്ക്ക ഉൽപാദനം തടസ്സപ്പെടുത്തിയത് വ്യവസായികളെയും വ്യാപാരികളെയും ആശങ്കയിലാക്കി. വണ്ടൻമേട്ടിൽ ഇന്ന് 29,500 കിലോയുടെ ലേലം കൈമാറി. മികച്ച ഇനം ഏലയ്ക്ക 15,518 രൂപയിലും ശരാശരി ഇനങ്ങൾ 13,050 രൂപയിലുമാണ്. റബ്ബർ അവധി കിലോ 170 രൂപ വരെ ഉയർന്നത് സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ പകർന്നു. ഓഫ് സീസണിൽ ഷീറ്റിന് ആകർഷകമായ വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. 4ാം ഗ്രേഡ് സംഭരിക്കാൻ ടയർ കമ്പനികൾ ഉത്സാഹിച്ചു. കുരുമുളക് പുതിയ വരവ് ഉയർന്നത് വിലക്കയറ്റത്തിന് തടസ്സമായി. അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളകിൽ താൽപര്യം കാണിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8. കോഴിക്കോട് 35.4, 22.9. കൊച്ചി 33.2, 23.6. ആലപ്പുഴ 34.7, 23.6. പുനലൂർ 35, 20.2. തിരുവനന്തപുരം 34.5, 22.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.